നാട്ടാനാ നാട്ടാനെ നാട്ടാനാ നാട്ടാനെ നാട്ടാ ഈ കൊടി നാട്ടാനാ. എടാ ഇവരൊക്കെ പോയി കഴിഞ്ഞാ നീയൊക്കെ എന്ത് കാട്ടാൻ നിക്കണടാ? എടാ കാട്ടാൻ ഇറങ്ങിയെന്ന്. അല്ല നാട്ടാനെന്ന് വിചാരിച്ചു, ഞാൻ വിചാരിച്ചു കൊടി നാട്ടാനെ അങ്ങനെ വിചാരിച്ചു. അതല്ല, നിങ്ങൾ ഇത്രയും നേരം കാട്ടാനാന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ പിന്നെ എങ്ങനെ നാട്ടാനായത്? എടാ നാട്ടാനയുടെ ഒരു വക കാട്ടായം കണ്ടപ്പോ എനിക്ക് മനസ്സിലായ കാട്ടാനയാണ്. ഞാനേ ഈ നമ്മുടെ ഈ ഇത് എൻട്രിക്ക് വേണ്ടിട്ട് അവിടെ ഇങ്ങോട്ട് വരുന്ന വഴിക്കേ ഞാൻ നോക്കുമ്പോ എന്റെ ഫ്രണ്ടിൽ ഒരു കാട്ടാന. നിന്റെ കോമഡിയുടെ നിലവാരം ആന മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കാട്ടാന നിന്റെ മുന്നിൽ വന്ന്. അത് അങ്ങനെയല്ലെന്ന്. എന്നിട്ട് എന്നെ കണ്ടതും ആന ചിഹ്നം വിളിച്ചിട്ട് നേരെ കാട്ടി കയറി പോയി. ഏത് പാർട്ടിയുടെ ചിന്നട വിളിച്ച്? അയ്യോ, ഞാൻ ഇങ്ങോട്ട് കയറി ചെയ്യുമ്പോൾ ഈ പുള്ളിക്കാരോട് എന്നോട് വന്നിട്ട് ഈ കോമഡി അവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ ആ കാട്ടാന നേരെ കാട്ടിക്കയറി തൂങ്ങിച്ചത്തേനെ. അല്ല അതെ, ഈ ആന വല്ല നശിപ്പിച്ചോ? അത് ഞങ്ങൾക്കറിയില്ല. ചേർത്തല ശാന്തനെ ടൗണിട്ട് ഓടിക്കുന്നു. അയ്യോ, പക്ഷെ ആന വരുന്നത് കണ്ടിട്ടേ ഓടാതെ കുറെ ആൾക്കാർ അവിടെ തന്നെ നിന്ന്. സമ്മതിക്കണം കേട്ടോ, ധൈര്യം. ധൈര്യമായിരിക്കും. പിന്നെ ധൈര്യം കൊണ്ടല്ല, 2 ദിവസം വിബ്രേജ് അവധിയാ. ആന കുത്തിക്കൊന്നാലും വേണ്ടില്ല, 2 അടിക്കാതെ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരവിടെ നിന്ന്. അത്രക്ക് ധൈര്യശാലികളോ? അത്രയ്ക്ക് അതാണ് ബിവറേജിൽ ക്യൂ നിൽക്കുന്ന ആൾക്കാരുടെ ഐക്യത. മനസ്സിലായി? ആന വന്നാൽ ഒരു പുല്ലുമില്ല, മനസ്സിലായോ? അതാണ്. പിന്നെ അവിടെ നിന്ന് ഏതോ ഒരാൾ വിളിച്ച് പറയുന്നത് കേട്ട് തീ ഇട്ട് കഴിഞ്ഞ് ആന പോകുന്നു. ശരിയാണ്. അപ്പൊ തന്നെ അവിടെ ഒരു വീട് അങ്ങോട്ട് കത്തിച്ച്. അയ്യോ, വീട് കത്തിച്ച കത്തിച്ച് എന്നിട്ട് ആന പോയാ? ഇല്ല, വീട് പോയി.